ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ യു കെയിലാണ്. ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഇവിടെ യു കെയിലായിട്ട്. അപ്പോൾ ഞങ്ങൾ യു കെയിൽ വന്നപ്പോൾ തൊട്ടുള്ളൊരാഗ്രഹമാണ് ഞങ്ങൾക്ക് ലണ്ടൻ ഒന്ന് പോയി കാണണമെന്ന്. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ ലണ്ടൻ ഒന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ പോയ ഒരു വിശേഷങ്ങൾ എനിക്ക് പറയാമെന്ന് തോന്നി. നമ്മൾ യു കെയിൽ പല സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമായിരിക്കും ലണ്ടൻ ഒന്ന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയായിട്ട് ഇവിടുന്ന് പോയത്. ഞങ്ങൾ 3 ദിവസം അവിടെ സ്റ്റേ ചെയ്തു. ഇവിടുന്ന് ട്രെയിനിന് പോയി ഞങ്ങൾക്ക് ചീപ്പായിട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ ചെന്ന് 3 ദിവസം ഞങ്ങൾ ഫ്ലാറ്റായിട്ടാണ് എടുത്തത്. അപ്പോൾ അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ ലണ്ടൻ മൊത്തം ഒന്ന് കറങ്ങി കണ്ടിട്ട് വന്നെന്ന് പറയാം. എന്താ പറയുക, ലണ്ടൻ്റെ ഒരു വശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരം തന്നെ. രാത്രി കാണണം എന്ത് ഭംഗിയാണെന്നറിയോ. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശന്നിട്ടൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ നിയറസ്റ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ചെട്ടിനാടാണ് കണ്ടത്. അപ്പം ഞങ്ങൾ ചെട്ടിനാട് റെസ്റ്റോറൻറ്റിൽ പോയി. എന്താ പറയണേ, നമുക്ക് ഫുഡൊന്നും കുഴപ്പമില്ല, പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്, പക്ഷെ പൈസ ഭയങ്കര കൂടുതലാണ്. ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ കപ്പയും മീൻകറിയാണ്. കപ്പ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കൊച്ചിന് കഴിക്കാനുള്ള ഒരു കുഞ്ഞു ബൗളിൽ അത്ര കിട്ടിയുള്ളൂ ക്വാണ്ടിറ്റി. എൻ്റെ വിശപ്പൊന്നും മാറിയില്ലാണ്ട് ഞാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചങ്ങ് അത്യാവശ്യം വിശപ്പടക്കി. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലണ്ടൻ ഐ. ലണ്ടൻ ഐ രാത്രിയിൽ കാണുന്ന വ്യൂ ആണിത്. ഇത് പകൽ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ പകലും പോയി കണ്ടു, രാത്രിയിലും പോയി കണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഭംഗി രാത്രി കാണുന്നതാണ്. നമ്മുടെ ആ വെള്ളത്തിൽ അതിൻ്റെ ലൈറ്റൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾക്ക് ലണ്ടൻ ഐയിൽ കയറണമെന്ന് ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ്, ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പിന്നെയും കറങ്ങാൻ പോയി അവിടെ. അപ്പം ഞങ്ങൾക്ക് ലണ്ടൻ ഐയിൽ കയറാൻ പറ്റി. ഇത് നമ്മൾ ഈ കാണുന്ന ഈ ബോഗി ഉണ്ടല്ലോ, ഈ ബോഗീസാണ് നമ്മുടെ ലണ്ടൻ ഐയിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇത് അവിടെ ലണ്ടൻ ഐയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുമ്പോൾ പേടിക്കാനൊന്നുമില്ല, നമ്മൾ സേഫാണ്, നമ്മൾ വീണ് പോകത്തൊന്നുമില്ല. നമ്മൾ കയറാൻ നേരത്ത് നമ്മുടെ ഫാമിലി പിക്ക് എടുക്കും അവർ. അപ്പോൾ നമുക്ക് പോരാൻ നേരത്ത് അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ടൊക്കെ വരാം, ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. ഇത് ലണ്ടൻ ഐയിൽ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ പാലസിൽ പോയി. ഞങ്ങൾ നമ്മുടെ പാലസൊക്കെ കണ്ട് അവിടെയൊക്കെ മൊത്തം ആൾക്കാരിങ്ങനെ കാണാനായിട്ട് നിൽക്കുവാണ്. ഇത് നമ്മൾ ലണ്ടൻ ഐയിൽ കയറിയിട്ട് നമുക്ക് ഒരു കാണാൻ പറ്റുന്ന വ്യൂ ആണ് കേട്ടോ. ലണ്ടൻ ഐ വ്യൂ ആണ്. നമ്മളതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണുന്ന വ്യൂ ആണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ കയറും. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ കുറച്ച് മുകളിലെത്തിയിട്ട് പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് അവർ നമുക്ക് ഉള്ളിലിങ്ങനെ അവർ അനൗൺസ് ചെയ്യുന്നതൊക്കെ കേൾക്കാം. ഫുൾ ടൈം അനൗൺസ്മെൻ്റ് ഇല്ല. നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്, അപ്പോൾ ഒന്ന് സ്മൈൽ എന്ന് പറയും. പക്ഷേ ഞങ്ങൾ അത് കേട്ട് തിരിഞ്ഞപ്പോഴേക്കും ഓൾറെഡി അവിടെ ക്യാമറ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി കയറുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പിക്ക് നമ്മുടെ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എടുക്കും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് നിന്നാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നല്ലൊരു പിക്ക് കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കയറുന്നവർ അത് ശ്രദ്ധിക്കണം, അത് മിസ്സാക്കരുത്. ഒരു പ്രാവശ്യം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഫുള്ള് ആ ഒരു ലണ്ടൻ നഗരം ഫുള്ള് കാണുക എന്ന് പറയുമ്പോൾ. ലണ്ടനാണല്ലോ ലാർജസ്റ്റ് സിറ്റി നമ്മുടെ ഇവിടെ. സെക്കൻഡ് ബർമിംഗ്ഹാം. ഞങ്ങളുള്ളത് ബർമിംഗ്ഹാമിലാണ്. പക്ഷേ ലണ്ടൻ പോകണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കേട്ടോ ചൂസ് ചെയ്ത്. നമുക്ക് ഏറ്റവും എളുപ്പം അതാണ്. അപ്പോൾ ഒരാൾക്ക് ഞങ്ങൾ 4 പേർക്കും കൂടിയിട്ട് 24 പൗണ്ടോ അങ്ങനെ എങ്ങാണ്ടാണ് ആയത്. 6 പൗണ്ട് വെച്ചിട്ട്. അപ്പോൾ നമുക്കൊരു ഫുൾ ഡേ മൊത്തം നമുക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ പിള്ളേർക്ക് 12 വയസ്സാണോ 11 വയസ്സാണോ അന്നേരം തൊട്ട് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഏജിലുള്ള പിള്ളേരുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് രാവിലെ, അതായത് പകൽ കാണുന്ന വ്യൂ ആണ്. ഞങ്ങൾ പകലും രാത്രിയൊക്കെ ഞങ്ങൾ ഫുൾ അതിൽ കൂടെ കറങ്ങി നടന്നു. നമ്മളതിൻ്റെ ആ ഭാഗത്തൊക്കെ നിന്ന് നോക്കുന്ന വ്യൂകളാണ് ഇതെല്ലാം. ലണ്ടൻ ബ്രിഡ്ജ് രാത്രി കാണണം. രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്കിങ്ങനെ കണ്ടെടുക്കാൻ തോന്നത്തില്ല, അതുപോലെ ഭംഗി. ആ ലണ്ടൻ്റെ ആ ഫുൾ ഒരു ഭംഗിയിരിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിലാണോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും.
അതുപോലെ ഭംഗിയാണ് ലണ്ടൻ ബ്രിഡ്ജ് രാത്രി കാണാനായിട്ട്. അപ്പോൾ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, രാത്രി പോയി ഒന്ന് കാണാൻ നോക്കണം കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ രാത്രി ഞങ്ങൾ ആര്യഭവൻ സെർച്ച് ചെയ്ത് അങ്ങോട്ട് പോയി. നല്ല മസാല ദോശയൊക്കെ ആയിരുന്നു, ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതൊക്കെ ഇവിടെ പല ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നമ്മുടെ പല ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. ഈ നമ്മൾ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുതിരയിൽ ആൾ നിൽക്കുന്ന ഫോട്ടോയും ഇതൊക്കെ. ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, നിങ്ങളാർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ട്രെയിനുണ്ട് ചീപ്പായിട്ട്, നമുക്ക് ടാപ്പ് ചെയ്യുന്ന കാർഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനകത്ത്. പക്ഷേ ഏറ്റവും നല്ലത് ഒത്തിരി ബസ്സുണ്ട് കേട്ടോ, പെട്ടെന്ന്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഈസ്റ്റാമിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, നവരുചി. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല കേട്ടോ, ഇന്ന അടിപൊളി ഫുഡാണേ. അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാവിൻ്റെ തുമ്പത്ത് ഇപ്പോഴും ഇരിക്കുക. അതിൻ്റെ ഷെഫിനെ ഒന്ന് കണ്ടായിരുന്നെങ്കിൽ ഒന്ന് എന്താ പറയുക, ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു അടിപൊളി ഫുഡാണെന്ന്. ഞാൻ പാൽക്കപ്പയും മീൻകറിയും കഴിച്ചു ആദ്യത്തെ ദിവസം അവിടെ പോയി. രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് വേറെന്താ കഴിച്ചത്, ബീഫ് എന്നാ ടേസ്റ്റാന്ന് വെച്ചാൽ പറയണ്ട. അതുപോലെ ഞങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചു, അതുപോലെ പൊതിച്ചോറ് കഴിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ കഴിക്കാനായിട്ട് അപ്പമൊക്കെ ഉണ്ട്, അപ്പവും മറ്റേ എന്താ ചിക്കൻ കറിയൊക്കെ. എന്ത് ടേസ്റ്റാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഫുഡ് നന്നായിട്ട് മിസ്സ് ചെയ്യുമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ശരിക്കും നാട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട്, നാട്ടിൽ വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ആ ബീഫൊക്കെ ഉണ്ടല്ലോ, ബീഫ് റോസ്റ്റൊക്കെ അത്രയ്ക്ക് ടേസ്റ്റിൽ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ശരി.